മക്കളെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് അപ്പനും അമ്മയും മക്കളും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ പ്രയർ ലിങ്കിൽ നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സൊക്കെ തുറന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മടിയുണ്ടോ? ടീച്ചർമാരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? നന്നായി പഠിപ്പിക്കുന്നില്ലേ? അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? കുട്ടികൾ, അച്ഛൻ പ്രത്യേകമായി ഓർക്കുന്നുണ്ട് കേട്ടോ. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരെ ഞാൻ പ്രത്യേകമായി ബഹുമാനിക്കുകയാണ്. ഇതാ ഒരു വചനം ഇതാ വരികയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായം 28-ാം വാക്യം. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയത് എന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? കുട്ടികൾ കേട്ടോ, മാതാപിതാക്കന്മാരാണ് നമുക്ക് ജന്മം നൽകിയത്. അവരുടെ ഈ വലിയ സ്നേഹത്തിന് എന്ത് പ്രതിഫലമാണ് നൽകുക എന്ന്. മക്കളെ, മാതാപിതാക്കളിൽ നിന്നാണ് എല്ലാ സുഹൃതവും എല്ലാ പുണ്യങ്ങളും എല്ലാ നന്മകളും മക്കളുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നത്. ഒരു കുട്ടിയിൽ നന്നായിട്ട് സ്നേഹിക്കാൻ, വിശുദ്ധമായി ജീവിക്കാൻ, നന്നായി പഠിക്കാൻ എവിടെ നിന്നായി സുഹൃതം കിട്ടുന്നത്? മാതാപിതാക്കന്മാരിൽ നിന്നാണ്. മാതാപിതാക്കളിൽ നിന്നാണ് സ്നേഹിക്കാൻ പഠിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്നാണ് സഹിക്കാൻ പഠിക്കുന്നത്. മാതാപിതാക്കന്മാരിൽ നിന്നാണ് പങ്കുവയ്ക്കാൻ പഠിക്കുന്നത്. മാതാപിതാക്കന്മാരിൽ നിന്നാണ് കരുണ കാണിക്കാൻ പഠിക്കുന്നത്. മാതാപിതാക്കന്മാരിൽ നിന്നാണ് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്. മാതാപിതാക്കന്മാരിൽ നിന്നാണ് വചനം ശ്രദ്ധയോടെ കേൾക്കാനും അത് പഠിക്കാനും നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്. മക്കളെ, കുട്ടികൾക്ക് നന്നായി പഠിക്കണം. കണക്കും ഇംഗ്ലീഷും ശാസ്ത്ര വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ അധ്യാപകരുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കാൻ മാതാപിതാക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വലിയ വിഷയങ്ങളൊക്കെ, ശാസ്ത്ര വിഷയങ്ങളൊക്കെ സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കും. എന്നാൽ നമ്മൾ പ്രത്യേകമായ വിധത്തിൽ അടിസ്ഥാന തത്വങ്ങൾ, അധ്വാനം, പ്രാർത്ഥന, ക്ഷമ, ഇതൊക്കെ കുടുംബത്തിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത്. താൽക്കാലികമായൊരു രക്ഷയെ പഠിപ്പിച്ചാൽ മാത്രം പോരാ. പിന്നെന്ത് വേണം? നിത്യരക്ഷയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. വിജയത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വലിപ്പവും കാണിച്ചു കൊടുത്താൽ മാത്രം പോരാ, പരാജയത്തിൻ്റെ മഹത്വവും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ യേശു നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിൽ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഈശോ വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ടോ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളോടും ഇത് ഷെയർ ചെയ്യുന്നതോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.